Hi friends, welcome to Leenu's Kitchen. അപ്പോൾ ഇന്ന് ഞാൻ വന്നേക്കുന്നത് ഒരു അടിപൊളി കുക്കിയുടെ റെസിപ്പിയുമായിട്ടാണ്. ക്രാൻബെറി വാൾനട്ട് ചോക്ലേറ്റ് കുക്കീസ്. അപ്പോൾ ക്രാൻബെറിയും വാൾനട്ടും ഒക്കെ എൻ്റെ വീട്ടിലുണ്ടായിരുന്നു, ചോക്ലേറ്റും. അതുകൊണ്ടാണ് ഞാൻ ഈ കുക്കി ഉണ്ടാക്കിയത്. അപ്പോൾ ഉണ്ടാക്കിയപ്പോൾ വീഡിയോ കൂടെ എടുത്തതാണ്. അപ്പോൾ ഈ കുക്കി ഈസി ആയിട്ട് എങ്ങനെ വീട്ടിലുണ്ടാക്കാം എന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ ഒരു സോസ് പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 227 ഗ്രാംസ് അൺസോൾട്ടഡ് ബട്ടർ അല്ലെങ്കിൽ 8 ഔൺസ് ബട്ടർ ചേർക്കുന്നുണ്ട്. എന്നിട്ട് ഇത് മെൽറ്റ് ആവണം. അപ്പോൾ ഒരു മീഡിയം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് മെൽറ്റ് ചെയ്തെടുക്കുക. മെൽറ്റ് ചെയ്താൽ മാത്രം പോരാ, ഇത് കുറച്ച് നേരം നമ്മളൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അതായത് ഇത് ബ്രൗൺ കളർ ആവണം, അതുവരെ നമ്മൾ ഇത് കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ ആ സ്റ്റേജ് എത്തുമ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇപ്പം തൽക്കാലം ഇതൊന്ന് മെൽറ്റ് ആവട്ടെ. എന്നിട്ട് നമ്മൾ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ അടിയിൽ ഇത് ചിലപ്പോൾ കരിയാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇളക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ ബട്ടർ എല്ലാം മെൽറ്റ് ആയതിനു ശേഷം എന്താ ഇങ്ങനെ ഇത് പതഞ്ഞു വരും, കുറച്ചുകൂടെ പതഞ്ഞു വരും. അപ്പോൾ നിങ്ങൾക്ക് കാണാം അതൊരു ബ്രൗൺ കളർ അല്ലെങ്കിൽ ഗോൾഡൻ കളർ ആവുന്നത്. പക്ഷെ ഇത് കരിയാനും പാടില്ല. കരിഞ്ഞാൽ പിന്നെ നമ്മുടെ കുക്കി കുളമാവും. അപ്പോൾ പിന്നെ കരിയാതെ നോക്കണം. അതുകൊണ്ട് വേണമെങ്കിൽ നിങ്ങൾ ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇങ്ങനെ പതഞ്ഞു വരും. ഇതൊന്ന് ഇളക്കി നോക്കിയാൽ നിങ്ങൾക്ക് കാണാം ഒരു ബ്രൗണിഷ് ഗോൾഡനിഷ് കളർ ആയിട്ടുണ്ട്. അപ്പോൾ ഈ സ്റ്റേജിലെത്തുമ്പോൾ നമ്മൾ തീ ഓഫ് ചെയ്തിട്ട് ഇതൊരു ബൗളിലേക്ക് മാറ്റാം. ബൗളിൽ മാറ്റിയിട്ട് റൂം ടെമ്പറേച്ചറിൽ ഇതൊന്ന് തണുക്കണം. എന്നിട്ട് ഇതൊന്ന് കവർ ചെയ്ത് നമ്മൾ റെഫ്രിജറേറ്റ് ചെയ്യാം. അപ്പോൾ അത് ഒന്ന് തണുക്കുന്ന സമയം കൊണ്ട് നമുക്ക് കുറച്ച് വാൾനട്ട്സ് ടോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ 1 കപ്പ് വാൾനട്ട്സ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതൊരു പാനിലേക്ക് ഇട്ടിട്ട് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ ലൈറ്റ്ലി ഒന്ന് ടോസ്റ്റ് ചെയ്തെടുത്താൽ മതി. ആ ടോസ്റ്റ് ചെയ്തതിന് ശേഷം അതും മാറ്റി വെക്കുക. അപ്പോൾ ആ ബട്ടർ ഒന്ന് തണുക്കാൻ അറ്റ്ലീസ്റ്റ് 1-2 മണിക്കൂർ എടുക്കും. അപ്പോൾ അതിന് ശേഷം നമ്മൾ കുക്കി ഉണ്ടാക്കാൻ തുടങ്ങിയാൽ മതി. അപ്പോൾ 1-2 മണിക്കൂറിന് ശേഷം ഞാൻ ഇവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2.25 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും പിന്നെ 1/4 ടീസ്പൂൺ പട്ട പൊടിച്ചത്. അപ്പോൾ പട്ടയുടെ ടേസ്റ്റ് എനിക്ക് അത്ര ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ കുറച്ചേ ചേർക്കുന്നുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ 1/2 ടീസ്പൂൺ വരെ ചേർക്കാം. അപ്പോൾ ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് അത് മാറ്റി വെക്കുക. ഇനി വേറൊരു ബൗളിലേക്ക് നമുക്ക് നമ്മുടെ സെറ്റായ ബട്ടർ, ഇങ്ങനെ ഇരിക്കും ബട്ടർ. അതായത് തണുത്ത ബട്ടറാണ്, പക്ഷെ ഇച്ചിരി കട്ടി കാണും, തൊടുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടും ഇരിക്കും. അപ്പോൾ അതിലേക്ക് ഞാൻ 3/4 കപ്പ് ബ്രൗൺ ഷുഗറും 3/4 കപ്പ് സാധാരണ വെളുത്ത പഞ്ചസാരയും കൂടെ ചേർത്തിട്ടുണ്ട്. അതും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് അടിച്ചെടുക്കുക. അപ്പോൾ ബട്ടർ സെറ്റായി വരുമ്പോൾ അതിൻ്റെ അടിയിൽ ചിലപ്പോൾ കുറച്ച് കറുപ്പൊക്കെ കാണും. അത് കുഴപ്പമില്ല, പക്ഷെ കരിയാതിരിക്കണം, അത്രേ ഉള്ളൂ. കരിഞ്ഞതാണെങ്കിൽ എടുക്കല്ല്. അപ്പോൾ നിങ്ങൾക്ക് മണപ്പിക്കുമ്പോൾ അറിയാം അത് കരിഞ്ഞിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെ. അപ്പോൾ അത് നന്നായിട്ട് അടിച്ചെടുത്തതിന് ശേഷം ഞാനിവിടെ 2 ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു വലിയ മുട്ട അതും കൂടെ ഇട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കുക. ആ മുട്ട നന്നായിട്ട് മിക്സായി വരുമ്പോൾ നമുക്കിതിലേക്ക് ഒരു മുട്ടയുടെ മഞ്ഞയും കൂടെ ചേർക്കാം. ഒരു ലാർജ് മുട്ടയുടെ മഞ്ഞയാണ് കേട്ടോ. അതും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് നമ്മുടെ മൈദ മിക്സ്ചർ കുറേശ്ശെ ഇട്ടിട്ട് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. അതായത് ഒരു സ്പാറ്റില വെച്ചിട്ടോ ഒരു മരത്തിൻ്റെ തവി വെച്ചിട്ടോ ഇങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ എല്ലാം കൂടെ ഒറ്റയടിക്ക് ചേർക്കാതെ കുറച്ച് ചേർത്താൽ നമുക്കത് മിക്സ് ചെയ്യാൻ എളുപ്പമായിരിക്കും. ഞാനിപ്പോൾ ആദ്യം കുറച്ച് ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കുവാണ്. പിന്നെ ബാക്കി വരുന്ന പൊടിയും കൂടെ ഞാൻ ചേർത്തിട്ട് ഫോൾഡ് ചെയ്തെടുക്കുവാണ്. അങ്ങനെ കുറച്ച് ടൈം എടുക്കും കേട്ടോ ഇത് എല്ലാം കൂടെ ഒന്ന് ഒരുമിച്ച് വരാൻ. കാരണം അത് നമ്മൾ പൊടി കൂടുതൽ ചേർക്കുന്നതുകൊണ്ട് കുറച്ച് ടൈം എടുക്കും. പക്ഷെ അതെല്ലാം കൂടെ ചേർത്ത് കഴിയുമ്പോൾ നല്ലൊരു മാവായിട്ട് വരും, നല്ലൊരു സോഫ്റ്റ് മാവ് പോലെ ആവും. അപ്പോൾ അങ്ങനെ മൈദ നന്നായിട്ട് ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്തതിന് ശേഷം, അതായത് വെള്ള കളറൊന്നും കാണാൻ പാടില്ല, അതുവരെ നന്നായിട്ട് ഫോൾഡ് ചെയ്തെടുക്കുക. അതിനുശേഷം ഞാനിവിടെ 1 കപ്പ് ഡ്രൈഡ് ക്രാൻബെറീസ് എടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ടോസ്റ്റ് ചെയ്ത് വെച്ച വാൾനട്ട്സ് ഒന്ന് ചോപ്പ് ചെയ്തെടുക്കുക, അതും കൂടെ ചേർക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 8 ഔൺസ് ഡാർക്ക് ചോക്ലേറ്റ്, ഇതും ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്തതാണ്. അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് വീണ്ടും ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതും കുറച്ച് സമയം എടുക്കും, കാരണം ഇത്രയും ഡ്രൈ ഇൻഗ്രീഡിയൻസ് നമ്മൾ ഇതിലേക്ക് ചേർക്കുമ്പോൾ കുറച്ച് സമയം എടുക്കും കേട്ടോ. അപ്പോൾ അതൊക്കെ സമയം എടുത്ത് ഇളക്കിയാൽ മതി. ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക, അതായത് എല്ലായിടത്തും ഈ ക്രാൻബെറിയും വാൾനട്ടും ചോക്ലേറ്റും കൂടെ ആവുന്ന രീതിയിൽ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. അപ്പോൾ അങ്ങനെ ഞാൻ നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് ഡയറക്റ്റ്ലി ബേക്ക് ചെയ്തെടുക്കാം. ഫ്രീസ് ചെയ്യേണ്ട അല്ലെങ്കിൽ റെഫ്രിജറേറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഞാനിവിടെ ഒരു ബേക്കിംഗ് ട്രേ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്കൊരു ബേക്കിംഗ് പേപ്പറും വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കൊരു 3 ടേബിൾ സ്പൂണിൻ്റെ കണക്കെടുക്കാം ഒരു കുക്കിക്ക്. അപ്പം നിങ്ങൾക്ക് വലിയ കുക്കി വേണമെങ്കിൽ 3 ടേബിൾ സ്പൂൺ എടുക്കാം കേട്ടോ. ഇപ്പം ഞാൻ ഇതിൽ കാണിച്ചേക്കുന്നത് 3 ടേബിൾ സ്പൂണാണ്.
ചെറിയ കുക്കി ഉണ്ടാക്കണമെങ്കിൽ 1.5-2 ടേബിൾ സ്പൂൺ എടുത്താലും മതി. അപ്പോൾ കൂടുതൽ ക്വാണ്ടിറ്റി കിട്ടും. അപ്പം ഞാനിവിടെ ഫോട്ടോയ്ക്കും വീഡിയോയ്ക്കൊക്കെ ഉള്ള പർപ്പസിന് വേണ്ടിയിട്ട് ഇച്ചിരി വലിയ കുക്കി ആയിട്ടാണ് ഉണ്ടാക്കുന്നത്. 3 ടേബിൾ സ്പൂൺ എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് റൗണ്ട് ആക്കി കൊടുക്കാം. എന്നിട്ട് അങ്ങനെ നമുക്ക് ഈ ബേക്കിംഗ് ട്രേയിൽ വെച്ച് കൊടുക്കാം. അപ്പോൾ ഈ സമയം കൊണ്ട് നിങ്ങളുടെ ഓവൻ പ്രീഹീറ്റ് ചെയ്തെടുക്കാം. 190 ഡിഗ്രിയിൽ ഒന്ന് പ്രീഹീറ്റ് ചെയ്തെടുക്കാം ആദ്യം. എന്നിട്ട് നമുക്ക് ഈ കുക്കി ബേക്ക് ചെയ്യാൻ വെക്കാം. അപ്പോൾ ഇത് വലിയ കുക്കി ആയതുകൊണ്ട് 10 തൊട്ട് 12 മിനിറ്റ് വരെ എടുക്കും. അപ്പോൾ നിങ്ങൾ 10 മിനിറ്റ് കഴിഞ്ഞ് നോക്കാം. കുറച്ച് സോഫ്റ്റ് ആയിരിക്കും, പക്ഷെ അത് കുക്ക്ഡ് ആയിരിക്കും. അതുവരെ ഇത് ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം. 10 മിനിറ്റ് കഴിഞ്ഞിട്ടും ആയിട്ടില്ലെങ്കിൽ 1-2 മിനിറ്റും കൂടെ വെച്ച് നോക്കാം. ഓക്കെ, അപ്പോൾ ചെറിയ സൈസ് നിങ്ങൾ ഉണ്ടാക്കുവാണെങ്കിൽ 8 തൊട്ട് 10 മിനിറ്റ് വരെ മതിയാവും കേട്ടോ. ഒരു 8 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ട് തുറന്ന് നോക്കാം. അപ്പം ഞാനിവിടെ 10-11 മിനിറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ നമ്മുടെ കുക്കീസ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്രയും ബേക്ക് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ ഇത് റൗണ്ട് ആക്കി ഒന്ന് ഫ്രീസ് ചെയ്യുക. എന്നിട്ട് അത് എടുത്തിട്ട് ഫ്രീസ് ആകുമ്പോൾ അതെടുത്തിട്ട് ഒരു സിപ്പ് ലോക്ക് ബാഗിൽ വെച്ചിട്ട് നിങ്ങൾക്ക് ഫ്രീസ് ചെയ്യാം. എന്നിട്ട് അടുത്ത ദിവസം എപ്പോഴാണ് ആവശ്യമെന്ന് വെച്ചാൽ ബേക്ക് ചെയ്തെടുക്കുക. പക്ഷെ ബേക്കിംഗ് ടൈം കുറച്ച് കൂടുന്നേ ഉള്ളൂ, കാരണം നമ്മളത് ഫ്രീസറിൽ നിന്ന് എടുക്കുന്നുണ്ട്. പിന്നെ ഈ കുക്കി ബേക്ക് ചെയ്തതിന് ശേഷം ചൂടോടെ ഇരിക്കുമ്പോൾ തന്നെ വേണമെങ്കിൽ കുറച്ച് ചോപ്ഡ് ചോക്ലേറ്റ് നിങ്ങളുടെ കയ്യിൽ ബാക്കിയുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ചോക്ലേറ്റ് ചിപ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിൽ കുറച്ചൊന്ന് ഇട്ട് കൊടുക്കുക. അപ്പോൾ അത് നന്നായിട്ട് മെൽറ്റായി കിട്ടിക്കോളും. കാണാനും കുറച്ച് ഭംഗി ഉണ്ടാവും, പിന്നെ നമുക്ക് കഴിക്കാനും കൂടുതൽ ചോക്ലേറ്റ് ഉണ്ടാവും. അത്രേ ഉള്ളൂ. അപ്പം എനിക്ക് ബാക്കി വന്ന ചോപ്ഡ് ചോക്ലേറ്റ് ആണ് ഇത്. അത് ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചൂടോടെ ഇരിക്കുന്ന കുക്കി ആയതുകൊണ്ട് ഇത് അതിലേക്ക് മെൽറ്റ് ആയിക്കോളും. എന്നിട്ട് നമുക്ക് ഇത് ഒരു ട്രേയിലേക്ക് അല്ലെങ്കിൽ ഒരു വയർ റാക്കിലേക്ക് ഒന്ന് മാറ്റാം. ചൂടോടെ ഉള്ള ട്രേയിന്ന് മാറ്റി കൊടുക്കാം നമുക്ക്. എന്നിട്ട് ഇത് ഒന്ന് ചൂടാറുന്ന വരെ ഒന്ന് ഈ ട്രേയിൽ അല്ലെങ്കിൽ വയർ റാക്കിലേക്ക് മാറ്റി വെക്കാം. അപ്പം അങ്ങനെ നമ്മുടെ സിമ്പിൾ കുക്കി. ഇതിനകത്ത് ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ട്, നട്ട്സ് ഉണ്ട്, ഡാർക്ക് ചോക്ലേറ്റും ഉണ്ട്. അപ്പം അടിപൊളി ടേസ്റ്റ് ആണ്. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങളുടെ വീട്ടിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ ക്രാൻബെറീസിന് പകരം നിങ്ങൾക്ക് വേറെ ഏത് ഡ്രൈ ഫ്രൂട്ട് വേണമെങ്കിലും ട്രൈ ചെയ്യാം. വാൾനട്ട്സിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ആൽമണ്ട്സ് വെച്ചിട്ട് ട്രൈ ചെയ്യാം. വേറെ ഏത് നട്ട്സ് ആയാലും ട്രൈ ചെയ്യാം കേട്ടോ. അങ്ങനെ കുറച്ചൊന്ന് ഇംപ്രവൈസേഷനൊക്കെ വരുത്തിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഡ്രൈ ഫ്രൂട്ട് ക്രാൻബെറിയും പിന്നെ നട്ട്സ് ആയിട്ട് വാൾനട്ട്സ് ആയിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഉണ്ടാക്കിയെടുത്തത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ വീണ്ടും വേറൊരു സിമ്പിൾ റെസിപ്പിയുമായിട്ട് വരുന്നവരെ ടേക്ക് കെയർ, ബൈ ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ് ലീനൂസ് കിച്ചൻ.